ഈ അടുത്തൊരു പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചത്, നോമ്പും ആരാധനയും പ്രാർത്ഥനയും എന്ന് പറയുന്നത് ഒന്ന് മടങ്ങി പോവുകയാണ്. യേശു മലയിലേക്ക് ഒന്ന് വലിഞ്ഞു. യേശു പരിശുദ്ധ സമയത്ത് ഇടയ്ക്കൊക്കെ ഒന്ന് എങ്ങോട്ട് പോകുമായിരുന്നു? മലയിലേക്ക് പോകുമായിരുന്നു. നമ്മളൊക്കെ സാധാരണ കേൾക്കുന്ന ഒരു ഫ്രേസാണ്, ഒരു കല്ലുകളും ദൂരെ അവന് പോകുമായിരുന്നു. അതാണ് നോമ്പെന്ന് പറയുന്നത്. നോമ്പെന്ന് പറയുന്നത് അതാണ്. ദാനങ്ങളിൽ നിന്ന് ദാതാവിലേക്കുള്ള ഒരു ലയനമാണ് നോമ്പെന്ന് പറയുന്നത്. ഈ നോമ്പിന്റെ കാലഘട്ടത്തിലെ കഷ്ടാനുഭവ സമയത്ത് നമ്മൾ ഒരു ദാനങ്ങളെ പറ്റിയൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. ചിന്തിക്കോ? ഇല്ല. എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് ചിന്തിക്കാറില്ല. അപ്പൊ നോമ്പ് നമസ്കാരം എന്ന് പറയുന്നത് ദാതാവിലേക്കുള്ള ഒരു ലയനമാണ് നോമ്പ്. സൃഷ്ടി വസ്തുവിൽ നിന്നും സൃഷ്ടാവിലേക്കുള്ള ഒരു മാറ്റമാണ് നോമ്പ് എന്ന് പറയുന്നത്. യേശു മലയിലേക്ക് വലിഞ്ഞു. പല സമയങ്ങളിൽ മലയിലേക്ക് പോയി. പുറമോട്ടൊന്ന് വലിയുന്നതാണ് നോമ്പ് എന്ന് പറയുന്നത്. പുറമോട്ടൊന്ന് നമുക്ക് എപ്പോഴും ഇങ്ങനെ മുന്നോട്ടിങ്ങനെ ആയാലാണ് ഇഷ്ടം. എതിർക്കുവാനും ആക്രോശിക്കുവാനും പല കാര്യങ്ങൾക്ക് വേണ്ടി വാഗ്വാദം നടത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ നോമ്പ് നമസ്കാരവും ആരാധനയും ഈ കഷ്ടാനുവാഴ്ച എന്ന് പറയുന്ന പുറമോട്ട് പോകാനായിട്ടാണ്, പരാജയപ്പെടാനായിട്ടാണ്, പുറമോട്ട് വലിയുവാനായിട്ടാണ്. എന്തിനാണ് പുറമോട്ട് വലിയുന്നത്? എന്തിനാ പുറമോട്ട് വലിയുന്നത്? വളരെ ശക്തിയോടെ മുന്നോട്ട് കുതിക്കാൻ വേണ്ടിയാണ്. എന്റെ വിഷയം അതല്ലെങ്കിൽ തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, യേശുവിന്റെ മനോഹരമായ പ്രാർത്ഥനയുണ്ട് അല്ലേ? എന്താണ് യേശു പ്രാർത്ഥിച്ചത്? കർത്താവേ ഇവരോട് ക്ഷമിക്കണം. നമ്മൾ ക്ഷമിക്കാറില്ല. ഈ അടുത്തിടെ പ്രഭാഷണം കേട്ടു. സാധു കൊച്ചുദേശി ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പോത്ത് കുത്താനായിട്ട് ഓടിച്ചു. അപ്പം അദ്ദേഹത്തെ ഓടുക, പോത്ത് കുത്താൻ ഓടുക. അദ്ദേഹം ഓടുന്ന സമയത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്, കർത്താവേ ഈ പോത്തും നിന്റേതാണ്, കൊച്ചു കുഞ്ഞും നിന്റേതാണ്. അത് പ്രാർത്ഥന. കുത്താൻ ഓടിക്കുന്ന പോത്തിനെ കുറിച്ചുള്ള ബോധ്യമാണ്. അതല്ലേ ഈ യേശുവിന്റെ പ്രാർത്ഥന. കർത്താവേ പോത്തും നിന്റേത്, കൊച്ചു കുഞ്ഞും നിന്റേത്, നിന്റെ ഇഷ്ടം പോലെയൊക്കെ നടക്കുന്നത്. അതാ നോമ്പിന്റെ ഒരു ആ കോൺടെസ്റ്റ് എന്ന് പറയുന്നത്. നോമ്പിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, കർത്താവിന്റെ വേദനയോടും നമ്മുടെ രോഗത്തോടും അനുരൂപപ്പെടുവാനായിട്ട് പറയുന്നത്. അനുരൂപപ്പെടുക, വളരെ ശക്തമായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിനോട് അനുരൂപപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ ഈ കഷ്ടാനുഭവിച്ച് വരുമ്പോൾ നമുക്ക് എന്തോ ഒരു വലിയ കഷ്ടമാണ് അല്ലേ? നമ്മുടെ കഷ്ടം എന്തുകൊണ്ടാച്ചാലും കഷ്ടം അനുഭവിച്ച് കയ്പ് നീരൊക്കെ കുടിച്ച് കഞ്ഞിയൊക്കെ ഫ്രൈഡ് റൈസ് ആയിട്ട് കഴിക്കും. ഇല്ല, കഞ്ഞിയൊക്കെ കൂടിയ കഷ്ടതയാണ്. പക്ഷേ കഷ്ടത അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? വേദനകൾ രോഗം അനുഭവിക്കാൻ തയ്യാറാണോ? അതല്ല. പക്ഷെ ഈ ദുഃഖത്തിലേക്ക് വരുമ്പോൾ കഷ്ടം അനുഭവിക്കാനായിട്ടുള്ള ഓട്ടമാണ് നമ്മൾ ഓടുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരമായിട്ട് ഈ കഷ്ടതയുടെ അനിവാര്യതയെ കുറിച്ചും രോഗത്തിന്റെ അനിവാര്യതയെ കുറിച്ചും ഒന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത്. ഞാൻ ഈ നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് എന്റെ പള്ളിയിൽ ഒരു പുസ്തകം വെച്ചു, ഒരു ബുക്ക് വെച്ചു ഈ നമസ്കാര മേശയിൽ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും പ്രാർത്ഥന വിഷയമാണെങ്കിൽ അവിടെ എഴുതാം. ഞാൻ എല്ലാ ബുധനാഴ്ച എവരി വെനസ്ഡേ ആൻഡ് സാറ്റർഡേ ഞാൻ പ്രാർത്ഥിക്കാം. ബുധനാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന അവിടെ വെച്ചു. എല്ലാ ബുധനാഴ്ചയും അന്ന് പ്രാർത്ഥിക്കാം, ശനിയാഴ്ചയും പ്രാർത്ഥിക്കാം. 2 ദിവസം പ്രാർത്ഥിക്കാമെന്ന് ഗ്യാരണ്ടി കൊടുത്തു. ഏകദേശം 346 പ്രാർത്ഥന വിഷയം അതിൻ്റെ അത് വന്നു ഇന്നലെ. അതിൽ ഭൂരിപക്ഷവും രോഗത്തെ കുറിച്ച്, രോഗം എന്റെ രോഗം വേദനകൾ മാറ്റണമെന്നാണ്. പക്ഷേ ഇവിടെ ഈ വേദനയുടെ രോഗത്തിന്റെ അനിവാര്യത എന്താണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളങ്ങനെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നില്ല. നമ്മുടെ പ്രാർത്ഥന വ്യത്യസ്തമാണ്. കാരണം അവൻ അനുഭവിച്ച വേദനകൾ എന്തിനു വേണ്ടിയാണ്? ആ വേദന എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ ആ പാട്ടുകാരൻ പാടിയുന്നതല്ലേ, കഷ്ടനഷ്ടം
കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി. മനോഹരമായിട്ട് പാടി, നമുക്ക് എല്ലാവർക്കും അറിയാത്ത പാട്ടല്ലേ. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും കഷ്ടങ്ങളും ദുഃഖങ്ങളും വേദനകളും രോഗങ്ങളും സഹിക്കാൻ തയ്യാറാണ്. അപ്പൊ ഞാൻ ഈ വചന ശുശ്രൂഷയ്ക്ക് ശേഷവും ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. അന്നേരം നിങ്ങൾ പറഞ്ഞാൽ മതി വേണോ വേണ്ടായോ പറയാം. നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പിന്റെ കാലഘട്ടം അമുഖമായിട്ട് ഒന്നും പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിൽ കിടക്കാം. ഈ നോമ്പിന്റെ കാലഘട്ടം നമ്മൾ ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കുവാനും മറക്കുവാനുമായിട്ട് നമുക്ക് സാധിക്കണം. മണവാളും മണവാട്ടിയും ദേവാലയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പുരോഹിതൻ വന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ സന്ദർഭത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന 2-3 സെന്റൻസുകൾ ഇതാണ്: കർത്താവേ, ഈ മണവാളും മണവാട്ടിക്കും ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കുവാനും മറക്കുവാനും ഉള്ള ത്യാഗമായ മനോഭാവം ഈ മണവാളും മണവാട്ടിക്കും നൽകണമേ. പക്ഷേ ഈ നോമ്പിൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ വചനം കഴിഞ്ഞ് നിൽക്കും. പക്ഷേ ഈശ്വരൻ ഒഴിയുമ്പോഴോ ഈ ഒരു കാഴ്ചപ്പാടാണോ? നമ്മൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടിലേക്ക് പോവുക. നോമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കും. നമ്മുടെ ഏതാണ്ട് തലയിൽ കിടക്കുന്നത് വലിയ നോമ്പ് കഷ്ടാന്തം വരുമ്പോൾ പ്രാർത്ഥിക്കണം, അല്ലാത്തപ്പോ വേണ്ട. അങ്ങനെ നമ്മൾ ഇടയിൽ കിടക്കുന്നത് അല്ലേ. ഞായറാഴ്ച പള്ളി വരുമ്പോൾ ദേവാലയമാണ്. വിവാഹ ശുശ്രൂഷയ്ക്ക് ദേവാലയത്തിലേക്ക് വരുമ്പോൾ ദേവാലയമല്ല. അങ്ങനെയല്ല സംഭവം. ഏതെങ്കിലും പുരോഹിതന്മാര് ഞായറാഴ്ച പള്ളി വരുമ്പോൾ നിങ്ങൾ കാലി കിടക്കുന്ന ചെരുപ്പ് ഊരിയിടണോ എന്ന് പറയാറുണ്ടോ? ഉണ്ടോ? പക്ഷേ ഇവിടെ വിവാഹ ശുശ്രൂഷ നടക്കട്ടെ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ട് വിവാഹ ശുശ്രൂഷയിൽ അച്ഛൻ പറയുന്നത് കാലി കിടക്കുന്നത് ഊരിയിടണം, തലയിൽ തുണിയിടണം, ഇത് ദേവാലയമാണ്, ഓർക്കണം, ഉണ്ടരുത് എന്ന് പറയുന്നില്ലേ? പക്ഷെ ഞായറാഴ്ച പറയുന്നില്ല. കാരണം എന്താണ്? ഞായറാഴ്ച ദേവാലയമോ ഞായറാഴ്ച കഴിയുമ്പോൾ വേറെ എന്തോ ഒരു ബിൽഡിംഗ് പോലെയാണ് നമ്മുടെ മനസ്സിൽ. നോമ്പിൽ പ്രാർത്ഥനയും നോമ്പ് കഴിയുമ്പോൾ എന്തൊക്കെ നമുക്ക് ചെയ്യാവുന്നൊക്കെയാണ്. ആ സകലവും സ്നേഹവും ദൈവത്തോടുള്ള സ്നേഹത്തിൽ മുന്നോട്ട് പോകാനാണ് സാധിക്കുന്നത്. ഒരു ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ ഭാര്യയോട് ഒരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ല, എൻ്റെ ജീവിതത്തിൽ എന്നും സമാധാനം കിട്ടും. ഈ 2 കാര്യം എനിക്ക് ഇഷ്ടമാണ്. ഭാര്യയോട് ഒരിക്കലും അല്ലേ, നിങ്ങൾക്കാണെങ്കിൽ നല്ല കാര്യമല്ലേ, ഭാര്യയോട് ഒരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ല. പിന്നെന്താണ്? എൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടാകണം സമാധാനം ഉണ്ടാകണം. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഈ ഗുരു ഈ ശിഷ്യനോട് പറഞ്ഞു, നീ കാട്ടിൽ ചെന്ന് സിംഹത്തിന്റെ ആ താടിയിൽ നിന്ന് ഒരു രോമം പറിച്ചുകൊണ്ട് വരണം. എന്തിനാ? എനിക്കത് കൊണ്ട് ഒരു യാഗം കഴിക്കാനായിട്ട് ഉണ്ട്. ആ യാഗം കഴിയുമ്പോൾ നീ ആഗ്രഹിക്കുന്ന ഈ 2 കാര്യങ്ങൾ നിനക്ക് കിട്ടും. അവരെവിടെ പോയി? കാട്ടിൽ പോയി. നിങ്ങൾ ശ്രദ്ധിക്കണേ, 1 മണിക്കൂർ കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു. ആ കാട്ടിൽ പോയി സിംഹത്തെ കണ്ട മാത്രയിൽ പക്ഷിയോട്, കാരണം സിംഹത്തിന് ഗർജന കേട്ടപ്പോളെ ഓടി. 2-ാം ദിവസം പക്ഷേ ഇവന് ഈ 2 കാര്യങ്ങൾ സാധിക്കണം. 1, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഭവനത്തിൽ എനിക്ക് ഭാര്യ ദേഷ്യപ്പെടാതിരിക്കണം. 2, എനിക്ക് സമാധാനത്തിലൂടെ കിട്ടണം. ഇവന് അതിന് വീണ്ടും വിശ്വാസം പോയി. വിശ്വാസം തന്നെയാണ്. കുറേ ദിവസം അവന് സിംഹത്തെ കാണാൻ പോയപ്പോൾ സിംഹം ഓടിക്കുക. എന്നാൽ കുറേ നാൾ കഴിഞ്ഞപ്പോൾ സിംഹം പിന്നെ ആ ഗർജനമൊക്കെ നിർത്തി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവൻ സിംഹത്തിന് അതിനിഷ്ടമുള്ള ഭക്ഷണവുമായിട്ടാണ് അവന് സിംഹത്തിന് ഭക്ഷണം എടുത്തു കൊടുത്തു. അങ്ങനെ കുറേ നാൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ സിംഹം പിന്നെ ശാന്തമായി. അങ്ങനെ കുറേ നാൾ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇവനെ സിംഹം കാണുമ്പോൾ ഇങ്ങോട്ട് സ്നേഹത്തോടെ വരും. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ സിംഹം ഇവനെന്തായി മാറി? കൂട്ടുകാരായി മാറി. അങ്ങനെ ഒരു ദിവസം ഈ സിംഹം ഇവന്റെ മടിയിൽ കിടന്ന് ഉറങ്ങുകയാണ്. കാരണം പിന്നെ ഒരു സാധാരണ പോലെ നമ്മള് വളർത്തുമൃഗങ്ങളെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പോലെ ആയിപ്പോയി. ആ ഉറങ്ങിയ തക്കത്തിൽ വേണ്ടി ഇവന്റെ മനസ്സിലെന്താണ്? രോമം വേണം. ഉറങ്ങിയ തക്കത്തിൽ രോമം പറിച്ചടിച്ചു. സിംഹം പോലും അറിഞ്ഞില്ല. അങ്ങനെ അവൻ ഈ ഗുരുവിന്റെ അടുക്കൽ പോയി, ഗുരു, നീയല്ല പറഞ്ഞത് സിംഹത്തിന്റെ രോമമാണോ? അതാണ് നീ യാഗം കഴിച്ചു. അപ്പൊ ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഈ പരീക്ഷണത്തിൽ വിജയിച്ചു കഴിഞ്ഞു. ഇനി ഹോമത്തിന്റെ യാഗത്തിന്റെ ഒരു കാര്യവും ഇല്ല. ഇതുപോലെ നിന്റെ ഭാര്യ എടുക്കല് ഇടപെട്ടാൽ മതി. ഒരിക്കലും നീ
ദേഷ്യപ്പെടുകയില്ല. ഇതുപോലെ നീ എല്ലാവരോടും ഇടപെട്ടാൽ മതി, പിന്നെ ജീവിതത്തിൽ നിന്നുണ്ടാകും സമാധാനം. എത്ര ആഘോഷിച്ച് നിൽക്കുന്നവരെയും അന്വയിപ്പിക്കുവാൻ, സ്നേഹിക്കുവാൻ, ചേർത്ത് പഠിക്കുവാൻ ഈ നോമ്പിന്റെ കാലഘട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും സംഗതിയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. എന്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ. ഈ ശുദ്ധ മർക്കോസിന്റെ സുവിശേഷം നിങ്ങൾ എടുക്കേണ്ട ഒരൊറ്റ സെന്റൻസ് പറഞ്ഞു, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതുപോലെയൊന്നും ഞങ്ങൾ ഒരിക്കലും, ബാക്കി അത് പറയാമോ? ഇതുപോലെയൊന്നും ഞങ്ങൾ ഒരിക്കലും ഡാഷ് കണ്ടിട്ടില്ല. ഇതുപോലെയൊന്നും ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. ഇത് സാഹചര്യമൊക്കെ അറിയാം, ഞാൻ അതിനെ കുറിച്ച് അല്ല പറയുന്നത്, അടുത്ത സെൻസ് മാത്രം പറയുകയാണ്, ഇതിനെക്കുറിച്ച് ബാക്കി കാര്യം പറയാം. കബർഭൂമിയിൽ നടന്ന സംഭവമാണ്. ആ മനുഷ്യൻ കട്ടിലൊക്കെ എടുത്ത് പോയപ്പോൾ ഇതുപോലെയൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, എന്നെ നിങ്ങളെ കണ്ടുകൊണ്ട് സ്വർഗം പറയണം, ഇതുപോലെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ സഹോദരൻ പറയണം, ഇതുപോലെ ഞങ്ങൾ കണ്ടിട്ടില്ല. അത്രമാത്രം വേദനയുടെ ലോകത്തിന്റെ മധ്യേ ദൈവത്തിന്റെ അത്ഭുതം. ദൈവത്തിന്റെ അത്ഭുതം. ഒന്ന്, ഈ വേദനകളും രോഗങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഈ കഷ്ടാനുഭവത്തിൽ നമ്മൾ കഷ്ടം പോവാ, അല്ലേ? വെള്ളിയാഴ്ച രാവിലെ കൊണ്ട് വൈകുന്നേരം വരെ കഷ്ടതകളും വേദനകളും അതെല്ലാം പോകുന്നത്, അല്ലേ? അവന്റെ വേദനകൾ ഞങ്ങൾ പോവാ, ആ വേദനയോട് അനുഭവപ്പെടാൻ പോവുകയാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ വേദനയും രോഗവും എന്തിനാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവിന്റെ വേദനയോട് നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ, അനുരൂപണം പറ്റത്തുള്ളൂ. ഒന്ന്, രോഗങ്ങളും വേദനകളും ദൈവസ്നേഹത്തിന്റെ അടയാളമാണ്. വേദനകളും രോഗങ്ങളും എന്താണ്? ദൈവസ്നേഹത്തിന്റെ അടയാളമാണ്. സ്നേഹിക്കും. നിങ്ങൾ നിങ്ങളിരിക്കുന്ന മാതാപിതാക്കളാണ്. ഇപ്പൊ പിന്നെ യങ്സ്റ്റേഴ്സ് ആരും യോഗത്തിനോ പ്രചരണങ്ങളൊന്നും വരത്തില്ല, അതെല്ലായിടത്തും തന്നെയാണ്. ഇവിടെ നാട്ടിലില്ലതാനും ഉണ്ടെങ്കിൽ പോലും വരത്തില്ല. നിങ്ങൾ മാതാപിതാക്കളല്ലേ? നിങ്ങൾ നിങ്ങളുടെ മക്കളെ അടിച്ചിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? എന്തിനാ അടിച്ചത്? വേദനിക്കത്തില്ലേ? എന്തിനാ അടിച്ച്? അയൽവക്കക്കാരായാലും നിങ്ങൾ മക്കളെ അടിക്കുമോ? അപ്പൻ മാത്രമേ മക്കളെ അടിക്കത്തുള്ളൂ. നിന്റെ മകൻ ഏത് രീതിയിൽ പോയാലും അയൽവക്കത്തുള്ളവന് യാതൊരു വിഷയമില്ല. അവനത് കണ്ട് ചിലപ്പോൾ സന്തോഷിച്ചില്ലെങ്കിൽ അങ്ങയോട് പറഞ്ഞിരിക്കും. പക്ഷേ വേദന ഉണ്ടാകുന്നത് നിനക്കാണ്. നീ മാത്രമേ വഴക്ക് പറയത്തുള്ളൂ, നീ മാത്രമേ അടിക്കത്തുള്ളൂ. നീ എന്തിനാണ് അടിക്കുന്നത്? അവൻ നശിക്കാൻ വേണ്ടി അല്ല, പിന്നെയോ അവനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഈ രോഗങ്ങളും വേദനകളും ദൈവസ്നേഹത്തിന്റെ അടയാളമാണ് എഴുതിയിട്ടുള്ളത്. ദൈവസ്നേഹത്തിന്റെ അടയാളം. അമ്മ ഒരു കുഞ്ഞുമായിട്ട് റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ കുഞ്ഞ് കൈ തെറ്റി പോകാതിരിക്കാൻ തക്കവണ്ണം ആ കുഞ്ഞിന്റെ കയ്യിൽ അമ്മ മുറുകെ പിടിക്കും. എന്തിനാണെന്നറിയാമോ? വാഹനങ്ങൾ കൊണ്ടിരിക്കുക, അടുത്തൂടെ വാഹനം പോകണം, ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് പഠിച്ചു, അല്ലേ? നിങ്ങൾക്ക് പഠിച്ചിട്ടില്ല, അല്ലേ? ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് വലിക്കുക. അപ്പോൾ ഈ കുഞ്ഞു പറയുക, അമ്മ എന്റെ കൈ വേദനിക്കുന്നു, എന്റെ കൈ വേദനിക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ മറുപടി പറഞ്ഞില്ലേലും നിങ്ങൾ മൗനമായിട്ട് കുഞ്ഞിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. വേദനിക്കുന്ന കുഞ്ഞ്, ഈ വേദന നീ മരിക്കാതിരിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ഈ വേദന നീ മരിക്കാതിരിക്കാൻ വേണ്ടിയാ. ഇത് ദൈവസ്നേഹത്തിന്റെ അടയാളമാണ്. ഈ വേദന, രോഗം ദൈവസ്നേഹത്തിന്റെ അടയാളമാണ്. നിനക്കുണ്ടാകുന്ന വേദനകളും പ്രതിസന്ധികളും രോഗങ്ങളും ദുഃഖങ്ങളും ദൈവസ്നേഹത്തിന്റെ അടയാളമാണ്. നീ മരിക്കാതിരിക്കാൻ വേണ്ടി കർത്താവ് പിടിച്ചിരിക്കുന്നതാണ്. നീ കുഴിയാതിരിക്കാൻ തക്കവണ്ണം കർത്താവ് പിടിച്ചിരിക്കുന്നതാണ്. നീ തെറ്റിപ്പോകാതിരിക്കാൻ തക്കവണ്ണം കർത്താവ് പിടിച്ചിരിക്കുന്നതാണ് ഈ വേദന. ആ കൈ തട്ടരുത്. നീ ആ കൈ തട്ടിക്കളയരുത്. ആ കൈ തട്ടിക്കളഞ്ഞാൽ നീ അപകടങ്ങളിലേക്ക്, ജീവിതത്തിന്റെ ആ വലിയ പടുകുഴിയിലേക്ക് വീണു പോകും. ആ വേദന നീ മരിക്കാതിരിക്കാൻ വേണ്ടി നിന്റെ ജീവിതത്തിലുണ്ടായ ഓരോ വേദനകളും, ഓരോ ദുഃഖങ്ങളും രോഗങ്ങളും നീ
മരിക്കാതിരിക്കാൻ വേണ്ടി കർത്താവ് അതിനെ സ്നേഹിക്കുന്നതിന്റെ അടയാളമാണ്. യേശു കൂടെയുണ്ട്, യേശു കൂടെയുണ്ട്. ഈ വേദനകൾ പറയും. പക്ഷേ അടുത്തിടെ ഒരു കഥ വായിച്ചപ്പോൾ ഒരു ശിഷ്യൻ തന്റെ ഗുരുവിനോട് ചോദിച്ചു, എനിക്കെന്നും വേദനയാണ്, എനിക്കെന്നും വേദനയാണ്, എനിക്കെന്നും ദുഃഖമാണ് ഗുരു, എന്റെ ദുഃഖത്തെ ഒന്ന് മാറ്റിത്തരണമേ, എന്റെ ദുഃഖത്തെ ഒന്ന് മാറ്റിത്തരണമേ. അപ്പോൾ ഗുരു പറഞ്ഞു, ശ്രദ്ധിച്ചു കേൾക്കണേ, നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ വേദന ദുഃഖവും ഇന്ന് ടുഡേ കർത്താവ് പറയുന്നത് എന്താണ്? ഇന്ന് നീ അനുഗ്രഹിക്കപ്പെടും, ഇന്ന് ഈ ഭവനം അനുഗ്രഹിക്കപ്പെടും, നാളെയല്ല, ഇന്ന് നിന്റെ വേദന മാറും. ഈ ഗുരു പറഞ്ഞു, ഒരു കപ്പ് എടുക്കുക, ചെറിയൊരു കപ്പ് എടുക്കുക, ആ കപ്പിന്റെ പകുതി ഹാഫ് ഉപ്പെടുക്കാൻ പറഞ്ഞു. ഈ ശിഷ്യൻ ഉപ്പെടുത്തോണ്ട് പറഞ്ഞു. ഇനി പറഞ്ഞു ബാക്കി ഭാഗം വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. അപ്പോൾ പകുതി ഉപ്പും കപ്പിന്റെ പകുതി ഉപ്പും പകുതി വെള്ളം ഇളക്കാൻ പറഞ്ഞു. അവൻ ഇളക്കി. ഇനി കുടിക്കാൻ പറഞ്ഞു. കുടിക്കാൻ പറ്റുമോ? നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നാക്കോട് വെച്ചാൽ തന്നെ നമുക്ക് ഇറക്കാൻ പറ്റില്ല. ഗുരു ഉപ്പാണ്, ഇളക്കാൻ പറ്റത്തില്ല. ഓക്കെ, നീ വേറൊരു കപ്പെടുക്കുക, പകുതി ഉപ്പെടുക്കുക, ഉപ്പെടുത്തു, നീ എൻ്റെ കൂടെ വാ. രണ്ടുപേരും കൂടെ യാത്ര തിരിച്ചു. അവനെ വലിയൊരു തടാകത്തിന്റെ അടുക്കൽ കൊണ്ടുപോയി. അവനോട് പറഞ്ഞു, നിന്റെ ഈ അരക്കപ്പ് ഉപ്പുണ്ടല്ലോ, സെയിം ക്വാണ്ടിറ്റി, ആദ്യം എടുത്തു, രണ്ടാമത് അത് ഈ തടാകത്തിൽ ലേപിക്കാൻ പറഞ്ഞു. ലേപിച്ചു. ഇനി നീ അല്പം വെള്ളം എടുത്ത് കുടിക്കാൻ പറഞ്ഞു. അവൻ കുടിച്ചു. ഉപ്പുണ്ടോ? ഇല്ല. എവിടെയാണോ നീ ലയിപ്പിക്കുന്നത്, എവിടെയാണോ നിന്റെ വേദനകളെ ലയിപ്പിക്കുന്നത്, അതിനെ ആശ്രയിച്ചാണ് നിന്റെ ജീവിതം. ഹല്ലേലൂയ. ലയിപ്പിക്കുന്ന അവന്റെ അടുക്കൽ ചെന്ന് നീ കൊണ്ടുവരണം. വേദന അവന്റെ വേദനയോട് അനുരൂപപ്പെടണം. സെയിം ടൈം ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, നീ വേദനിക്കുമ്പോൾ അവന്റെ വേദനയും കൂടെ തിരിച്ചറിയണം. അപ്പോഴാണ് കഷ്ടങ്ങൾ സാധനങ്ങളായെന്ന് പറയുന്നത്. ലയിപ്പിക്കേണ്ടവന്റെ അടുക്കൽ നീ ചെല്ലണം. രണ്ടും സെയിം ക്വാണ്ടിറ്റിയാണ്, രണ്ടും സെയിം അളവാ. പക്ഷെ ഓടത്ത് ലയിപ്പിച്ചപ്പോൾ ഉപ്പുണ്ട് ഉണ്ടായി, ഓടത്ത് ലയിപ്പിച്ചപ്പോൾ ഇതാണ്. ഇന്ന് നിനക്ക് വേദനകളെ മാറ്റാൻ പറ്റും, ഇന്നിന്റെ ലോകഭീതിയെ മാറ്റാൻ പറ്റും, ഇന്നിന്റെ കഷ്ടതകളെ മാറ്റാൻ പറ്റും. ഞാൻ പറഞ്ഞുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഒന്ന്, ഇത് ദൈവസ്നേഹത്തിന്റെ പ്രതീകമാണ്. ഇത് ദൈവസ്നേഹത്തിന്റെ പ്രതീകമാണ്. ദുഃഖങ്ങളും വേദനകളും ദൈവസ്നേഹത്തിന്റെ പ്രതീകമാണ്. അത് ഈ ലോകത്തിൽ തന്നെയുണ്ട്. ശുദ്ധമായ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നില്ലേ, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടത ഉണ്ട് എന്നല്ലേ? ഞാൻ പലപ്പോഴും ചെറുപ്പത്തിലെ ഈ സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, അവൻ മുറിക്കുന്നവനും പിന്നെന്തിനെ മുറിക്കാൻ പോകും, നമ്മൾ മുറിക്കാറുണ്ടല്ലേ? അവൻ മുറിക്കുന്നവനും മുറിവ് കെട്ടുന്നവനുമാണ്. നീതിമാൻ വീഴത്തില്ല. അങ്ങനെയാണോ? അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നീതിമാൻ വീഴുമെന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. വീണാലും ദൈവസ്നേഹത്തിന്റെ അടയാളമാണ്. അവൻ മുറിക്കും, അവൻ മുറിക്കും ഈ ഭൂമി. ഈ ലോകത്തിൽ വേദനയുണ്ട്, ഈ ലോകത്തിൽ രോഗമുണ്ട്. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും നിങ്ങൾ എന്തുണ്ടാവും? രോഗവേദനയുണ്ട്. ആർക്കും ഇല്ലാത്തുണ്ടെങ്കിൽ കൊണ്ട് കൈകൊള്ളിക്കും. വേദന രോഗമില്ലാത്തൊരു കൈകൊള്ളാം. കടലിൽ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്, എന്റെ തോണിൽ തിരയടിക്കാൻ പാടില്ല. നടക്കോ? എന്റെ തോണിൽ തിരയടിക്കാൻ പാടില്ല, പക്ഷെ എനിക്ക് തിരയോട് പോകണം, കടലിലൂടെ വളർന്നു പോകണം. നടക്കോ? തിരയടിക്കാതിരിക്കാൻ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ആ തോണിയും കൊണ്ട് കരയിലിരിക്കേ. തോണിയെ കയറിയിട്ട് അവന് കടലിൽ ഇറങ്ങാതെ കരയിലിരിക്കണം. അവിടെ തോണി എന്തുണ്ടാകുന്നില്ല. നിന്റെ വേദന മാറണമെങ്കിൽ രോഗമാണെങ്കിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഇവിടുന്ന് പറഞ്ഞു പോവുക, ഇവിടുന്ന്
ലോകമാണോ? ഇതെല്ലാം. പക്ഷേ ഈ ലോകത്തിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ അവൻ തെറ്റിപ്പോകാതെ, അവൻ വീണു പോകാതെ, അവൻ നശിച്ചു പോകാതെ, അവനിലെ ആത്മീയ മരണം സംഭവിക്കാതിരിക്കാൻ തക്കവണ്ണം സൃഷ്ടാവ് തന്റെ സൃഷ്ടിയെ സംരക്ഷിക്കുകയാണ് വേദനയിലൂടെ, രോഗത്തിലൂടെ. ഹല്ലേലൂയ. രണ്ട്, വേദനകളും രോഗങ്ങളും ആത്മാവിനെ വേദനയിലൂടെ കടത്തിവിട്ട് നിന്നെ ശുദ്ധീകരിച്ച് സ്വർഗപ്രവേശനത്തിന് യോഗ്യരാക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ലക്ഷ്യം. മനസ്സിലായോ? രോഗങ്ങളിലൂടെ, വേദനയിലൂടെ നീ പോകുമ്പോൾ നിന്റെ ആത്മാവിനെ വേദനയിലൂടെ കടത്തിവിട്ട്, എന്തിനാണെന്നറിയാമോ? വലിയ പ്രോസസ്സിംഗ് നടക്കും. നിന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. നിന്നെ വിശുദ്ധീകരിച്ച് സ്വർണ്ണത്തെ സ്ഫുടം ചെയ്യുന്നത് പോലെ, അതിന്റെ മാലിന്യങ്ങളെ കഴുകിക്കളയുന്ന പോലെ ഈ വേദനയിലൂടെ, ഈ രോഗങ്ങളിലൂടെ നീ കടന്ന ആ വിശ്വന്റെ അകത്തൂടെ കടന്നു പോകുമ്പോൾ വലിയൊരു പ്രോസസ്സ് നടക്കുകയാണ്. ശുദ്ധീകരിച്ച് 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 നിന്റെ ആത്മാവിനെ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് എങ്ങോട്ട് പോകണം? ആത്മാവസാനം മോക്ഷം പ്രാപിക്കുന്നത്. സ്വർഗപ്രവേശനത്തിലേക്ക് നൽകുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ലക്ഷ്യം. നിന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. ചുരുക്കം പറഞ്ഞത്, നിന്നെ സ്ഫുടം ചെയ്യുവാൻ വേണ്ടിയാണ്. വേദനയുടെ കാലഘട്ടം, ഞാൻ അവസാനം പറയാം ആരൊക്കെ വേദനിച്ചു എന്ന്. ദിവസത്തിൽ വേദനയുടെ ആ കാലഘട്ടം നിന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. വേദനയുടെ കാലഘട്ടം നിന്നെ നിർമ്മലീകരിക്കുവാൻ വേണ്ടിയാണ്. വേദനയുടെ കാലഘട്ടം നിന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തിന്റെ പൈതലായി മാറ്റുവാൻ വേണ്ടിയാണ് ഈ വേദനയും രോഗവും. അവിടെ വേദനയും രോഗമാണെന്ന് പറഞ്ഞാലും പ്രയാസപ്പെട്ട് ജീവിക്കേണ്ട. അതിന്റെ മധ്യയിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തിക്കോണം. ഹല്ലേലൂയ. വേദന മാറട്ടെ. എന്റെ മക്കളെ എല്ലാം കെട്ടിച്ചു വിടട്ടെ. വീടൊക്കെ വെച്ചിട്ട് വേണം എനിക്ക് സിറ്റൗട്ടിലൊന്ന് ചാരി നടക്കത്തില്ല. ഇന്ന് നീ മീൻസ് ആ അപ്പത്തെ ഞാൻ പറഞ്ഞത്, ഇന്ന് നീ സന്തോഷിച്ചോണം. നാളെ ചിലപ്പോൾ ഇതിനെക്കാട്ടിലും പ്രയാസമായിരിക്കാം. ഒരു പക്ഷെ നമുക്കെല്ലാം പ്രത്യാശയുണ്ട്. പക്ഷേ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ പാട്ടുകാർ പറയുന്നത് മുമ്പേ പോകുന്നവര്. പക്ഷെ ആ പോയവരെ നമ്മളെല്ലാവരും കരയും, ഇല്ലേ? എന്നിട്ട് കരഞ്ഞോട് പാടുന്നതാ മുമ്പേ പോകുന്നവര് ഭാഗ്യവാന്മാർ. ഈ പ്രയാസം നിറഞ്ഞ, കഷ്ടത നിറഞ്ഞ, രോഗം നിറഞ്ഞ ലോകത്തിൽ നിന്ന് നേരത്തെ പോകുന്ന ഭാഗ്യവാന്മാരാകുന്നത് പാടാറുണ്ട്. പക്ഷെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഈ വേദനയുടെ രോഗത്തിന്റെ മധ്യം നീ സന്തോഷിച്ചോണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നറിയോ? പക്ഷെ വെള്ളിയാഴ്ച പറഞ്ഞിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഇന്ന് നീ സന്തോഷിച്ചോണം, നാളെ സന്തോഷിക്കാൻ ഇന്ന് നീ സന്തോഷിച്ചോണം. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ സ്റ്റെഫാനോസ് പള്ളിയിൽ ശുശ്രൂഷിച്ചപ്പോൾ, വെളിനാട് സ്റ്റെഫാനോസ് പള്ളിയിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ജ്ഞാനായ സമുദായത്തിലെ ഏറ്റവും മനോഹാരിത നിറഞ്ഞ ഒരു ഭൂപ്രകൃതി എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ കുറച്ചു നേരം, ഞാൻ 7 മാസമേ ഉണ്ടായിരുന്നെങ്കിൽ പോലും അങ്ങോട്ട് പോകുന്നതിന് മുമ്പേ ആ റോഡിൽ കുറച്ചു നേരം ഞാനിങ്ങനെ വണ്ടിക്കകത്തിരിക്കുന്ന ഈ പാടമൊക്കെ കാണാം. അവിടെ അങ്ങോട്ട് കയറുമ്പോൾ ഒരു പാലമുണ്ട്. ആ പാലത്തിൽ നിന്ന് നല്ല കാഴ്ചയുണ്ട്, നല്ല നദി, അതിന് ഒരു കത്തോലിക്ക പള്ളിയൊക്കെ കാണാൻ നല്ല രസം. കുറച്ചു നേരം അവിടെ കിടന്നിട്ട് പോകുന്നു. ഞാൻ 1 മാസം കഴിഞ്ഞപ്പോൾ ആ പള്ളിയിലെ എവങ്കേലിയ പ്രസംഗത്തിന് ശേഷം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്ന് സന്ധ്യയാകുമ്പോൾ ഭാര്യയും ഭർത്താവും ഈ പാടവരമ്പത്തിലൂടെയോ ഈ നദിയുടെ തീരത്തൂടെ ഒക്കെ കയ്യെ പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല, വർത്താനമൊക്കെ പറഞ്ഞ് നടന്നോ നടക്കണം, ഇന്ന് നടക്കണം. ഞാൻ പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ എന്തുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറയുന്നത് മനസ്സിലുണ്ട്. വേറെ ഒന്നുകൊണ്ടല്ല പറഞ്ഞത്, നാളെ കയ്യെ പിടിക്കാൻ ഒരാൾ കാണണമെന്നില്ല. നാളെ കയ്യെ പിടിക്കാൻ ഒരാളെ കാണണമെന്നില്ല. എല്ലാം ഓക്കെ ആയിട്ട് ഞങ്ങൾക്കൊന്ന് സന്തോഷിക്കാൻ വിചാരിക്കുന്നു വേണ്ട. രോഗവും വേദനയൊക്കെ
ഇതിന്റെ മധ്യേ സമാധാനത്തോടും സന്തോഷത്തോടും ജീവിച്ചോ. ഹല്ലേലൂയ. ഇന്ന് നീ ജീവിച്ചോ. അതാണ് കർത്താവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് നീ ജീവിച്ചോ. അതുകൊണ്ടാണ് നിന്റെ പിണക്കം സൂര്യാസ്തമനം വരെയും ഇല്ലേ. ഒരു ഭാര്യ ഭർത്താവും ഒരു രാത്രിക്ക് അപ്പുറമായിട്ട് പിണങ്ങാൻ പാടില്ല. കാരണം അവൻ എത്ര ദിവസം ഉണ്ടെന്ന പോലെ അറിയത്തില്ല. ഭാര്യ ഭർത്താവ് ജീവിക്കുന്ന അറിയത്തില്ല. അപ്പൊ ചുരുങ്ങിയ ഈ കാലഘട്ടത്തില് എത്രയോ പേര് പിണങ്ങി ജീവിക്കുന്നു. ഞാൻ ചിന്തിക്കുകയാണ്, ഇവരൊക്കെ എന്ത് മണ്ടന്മാരാണ്. കാരണം ആ സന്തോഷം അതാണ്. ഈ വരം ലഭിച്ചവന് മാത്രമേ അല്ലെങ്കിൽ വരം ലഭിച്ചവന് മാത്രമേ അല്ലേ പറയുന്നില്ലേ. എവിടെയും വായിക്കുമ്പോൾ ഭാഗത്തിന് കേട്ടിട്ടുണ്ടോ? വരം ലഭിച്ചവന് മാത്രമേ. അപ്പൊ ഞാൻ വരം ലഭിച്ചവന് മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? കുടുംബജീവിതത്തില് കല്യാണം കഴിയാൻ പറ്റത്തുള്ളൂ. വരം ലഭിച്ചവന് മാത്രമേ ഈ വിവാഹ കുടുംബജീവിതത്തിന്റെ ആ വലിയ ശുശ്രൂഷ, ആ വലിയ സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? വരമില്ലാത്തവൻ കലഹിച്ചുകൊണ്ട് ജീവിക്കും. വരം ലഭിച്ചവൻ കുടുംബജീവിതം കുടുംബജീവിതം സ്വർഗതുല്യമായിട്ട് സ്വർഗതുല്യമാക്കും. വരം ലഭിച്ചവന് മാത്രമേ സ്വർഗതുല്യമാക്കുവാൻ പറ്റുകയുള്ളൂ. വരമില്ലാത്തവൻ കലഹിക്കും. അതുകൊണ്ട് കുഞ്ഞ്, ഈ ലോകത്തിൽ വേദനയാണെങ്കിലും ദുഃഖമാണെങ്കിലും പ്രയാസമാണെങ്കിലും അത് എന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. ഇന്ന് തന്നെ നീ സന്തോഷത്തോടെ അതിനെ ജീവിച്ചോ. അതാണ് കർത്താവായ യേശു ആഗ്രഹിക്കുന്നത്. ആ സന്തോഷം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആ സമാധാനം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എല്ലാം യേശുവിന്റെ കയ്യിലേക്ക് കൊടുക്കണം. യേശുവിന്റെ കയ്യിലേക്ക് കൊടുത്താൽ മതി. നിനക്ക് വേദനയാണോ, ദുഃഖമാണോ, രോഗമാണോ, കൊടുക്കുക യേശുവിന്റെ കയ്യിൽ. ഒരു കുഞ്ഞിന്റെ കയ്യിൽ ഒരു ഗിത്താർ ഉണ്ടായിരുന്നു. ഗിത്താർ പറഞ്ഞാൽ അറിയാമല്ലോ. ഗിത്താർ, ആ ഗിത്താറ് 5-6 സ്ട്രിങ്ങോ എനിക്ക് വായിക്കാമെന്ന് പറയത്തില്ല, ചരടൊക്കെ അതിലൂടെയാണ് മ്യൂസിക് കേൾക്കുന്നത്. ഈ ചരടെല്ലാം പൊട്ടിയ പഴയ ഗിത്താർ. ഇവര് വളരെ സാമ്പത്തികമായിട്ട് നീങ്ങിയപ്പോൾ പട്ടിണിയായി. അവര് ഭക്ഷിക്കുവാനൊന്നുമില്ല. ആകെ കൂടെ കയ്യിലുള്ള എന്താണ്? ഈ ഒരു ഇൻസ്ട്രുമെന്റ്. അവൻ പറഞ്ഞു, ഏതായാലും കൊണ്ട് വിറ്റ് കാശ് കളിച്ചിട്ട് എന്തെങ്കിലും ഭക്ഷിക്കും. അങ്ങനെ ആ ഗിത്താറുമായിട്ട് മാർക്കറ്റിൽ പോയി. അവൻ ആ ഗിത്താറ് കൊണ്ടൊരു കസേരയിൽ വെച്ചിട്ട് വില പറയുക. ആരാണ്ട് വന്ന് 100 രൂപ പറഞ്ഞു. പിന്നെ ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇത് പൊടി പിടിച്ച് ഈ സ്ട്രിങ് എല്ലാം പൊട്ടി മ്യൂസിക് പോലും വായിക്കാൻ പറ്റാത്ത പഴയ ഒരു ഗിത്താർ. അവന് വളരെ വിഷമമായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ ഗിത്താർ അറിയാവുന്ന ഇതിന്റെ മാസ്റ്റർ അറിയാവുന്ന അവന് മനസ്സിലായ കാര്യം. അവൻ ഈ ഗിത്താർ എടുത്തു, തൂത്തു തുടച്ചു, എന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി, സ്ട്രിങ് ഒക്കെ വലിച്ചു കെട്ടി. അവൻ ആ കാര്യങ്ങളെല്ലാം അറിയാം. എല്ലാം റെഡിയാക്കി ആ കസേരയിൽ നിന്ന് നല്ലൊരു പാട്ട് പാടി മ്യൂസിക് വായിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് ആ കുട്ടികളെ കൊടുത്തു. പിന്നെ ഈ ഗിത്താറിന്റെ വില വർദ്ധിച്ചു, അനേക മടങ്ങ് വർദ്ധിച്ചു. എന്റെ ജീവിതം ഇതുപോലെ എനിക്ക് വേദനയാണ്, എനിക്കൊന്നും നിരാശയാണ്, എനിക്കൊന്നും രോഗമാണ്, എനിക്ക് കണ്ണുനീരാണ് പൊട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ലയിപ്പിക്കേണ്ടിടത്ത് ലയിപ്പിക്കണോ എന്ന് പറയുന്ന പോലെ കൊടുക്കേണ്ടവന്റെ കയ്യിലേക്ക് നീ കൊടുത്തേ. യേശുവിന്റെ മാസ്റ്റർ, യേശുവിന്റെ കയ്യിൽ കൊടുത്താൽ അതിനെ നീ നന്നാക്കി. നമ്മളൊക്കെ ഇൻസ്ട്രുമെന്റ് അറിയാമോ? കേട്ടിട്ടുണ്ടോ? ഇൻസ്ട്രുമെന്റ് അത് കേട്ടിട്ടുണ്ടോ? നമ്മളൊക്കെ വാദ്യ ഉപകരണമാണ്. ഞാൻ പറഞ്ഞതല്ല, പുരുഷന്മാരുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ റൂമിയോ ഷുമറായി എഴുതിയിട്ടുണ്ട്. നിന്നെ സ്തുതിക്കുവാനായി നിർമ്മിക്കപ്പെട്ട ഈ 10 കമ്പിയുള്ള കേട്ടിട്ടുണ്ടോ? കിന്നരത്തെ കുറിച്ച് നിനക്ക് അനുഗമനമേ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കർത്താവിന് വേണ്ടി സ്തുതിയും സ്തോത്രം ആലപിക്കുവാൻ തക്കവണ്ണമുള്ള വാദ്യോപകരണങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാനാകുന്ന ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിലൂടെ ഇന്ന് എനിക്ക് പാട്ട് പാടാൻ പറ്റുമോ? അതാണ്
പ്രാർത്ഥിച്ചു. ഏതെല്ലാം കേടുപാടുകൾ എനിക്ക് വന്നിട്ടുണ്ട്, ഏതെല്ലാം സാഹചര്യത്തിലൂടെ പോയപ്പോൾ പാപമാകുന്ന, രോഗമാകുന്ന, വേദനയാകുന്ന പ്രശ്നങ്ങളിലൂടെ കടന്നുപോയപ്പോൾ എന്തെല്ലാം തകർച്ചകൾ വന്നിട്ടുണ്ട്. ഇന്ന് അപശ്രുതിയായിരിക്കാം എന്ന് കേൾക്കുന്നത്. ഈ കഷ്ടാനുഭവാഴ്ച, ഈ ശുശ്രൂഷയുടെ 2-ാം ദിവസം നീ കൊടുക്കുക യേശുവിന്റെ കയ്യിൽ. നീ കൊടുക്കുക യേശുവിന്റെ കയ്യിൽ. രണ്ടാമത് ഞാൻ പറഞ്ഞതാണ്, രോഗങ്ങളിലൂടെ ആത്മാവിനെ വേദനയിലൂടെ കടത്തിവിട്ടതിനെ വിശുദ്ധീകരിച്ചിട്ട് സ്വർഗ രാജ്യത്തിലേക്ക് നിന്നെ പ്രവേശിപ്പിക്കുകയാണ്. ഒന്ന്, രോഗങ്ങളും വേദനകളും ദൈവസ്നേഹത്തിന്റെ അടയാളം. 2, രോഗങ്ങളും വേദനകളും ആത്മാവിനെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി എങ്ങോട്ടുള്ള യാത്രയിലേക്ക്? സ്വർഗത്തിലേക്കുള്ള യാത്രയിലേക്ക്. 3, രോഗങ്ങളും വേദനകളും നമ്മെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിക്കുക. മനസ്സിലായോ? ഇനിയിപ്പോ ഈസ്റ്റർ കഴിയുമ്പോൾ കല്യാണങ്ങളൊക്കെ വരില്ലേ? മൈലാഞ്ചേരിയില് ചന്തം ചേർത്ത് അച്ഛൻ 2 തോമയൊക്കെ എടുക്കുകയാണെങ്കിൽ അച്ഛന് വേറെ പണിയൊന്നുമില്ല, ഒന്നാമതേ സമയമില്ല. ഒക്കെ അച്ഛന്മാരെ ഞാനും ചോദിച്ചിട്ടുണ്ട്, ദീർഘമായിട്ട് വേണോ ഷോർട്ടായിട്ട് വേണോ? അപ്പൊ നമ്മളെ സാഹചര്യം അനുസരിച്ചൊക്കെ ചെയ്യുന്നത്. അച്ഛൻ കുറച്ചങ്ങ് ചെറുതായിട്ടൊക്കെ മതി, കാരണം വേറെ പല കാര്യങ്ങളും നടക്കാറുണ്ട്. അപ്പൊ ചന്തൻ ചേർത്ത് കണ്ടിട്ടുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ അച്ഛന് ഫുഡെല്ലാം മേശ കൊടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ കഴിപ്പിക്കും. എന്തിനാണെന്നറിയാം? അച്ഛൻ എങ്ങനെയാണ് പാക്ക് ചെയ്യുക? അച്ഛൻ പോയി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ സന്തോഷം. ഞങ്ങളും പോകുന്നു സന്തോഷം. കാരണം നല്ല പ്രാർത്ഥന കഴിഞ്ഞാൽ വേദനകളും രോഗങ്ങളും നിന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും കേട്ടോ. ചന്ദ്രജാലത്തിന്റെയും മൈലാഞ്ചേരിയുടെയും പ്രാർത്ഥന പോലെയല്ല നിനക്ക് വേദനയും രോഗമോ പ്രാർത്ഥിക്കുന്നത്. ആണോ? നീ പ്രാർത്ഥിക്കാൻ ഇരിക്കണം, അതിന് മുമ്പ് നീ കരയുക. ഗെത്സമനയിൽ യേശു പ്രാർത്ഥിച്ചതുപോലെ നീ പ്രാർത്ഥിക്കും. വിയർപ്പുകൾ വ്യക്തമാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു, പിതാവേ എനിക്ക് സഹിക്കാൻ വയ്യ, ഈ വേദനകൾ എനിക്ക് സഹിക്കാൻ വയ്യ, പറ്റുമെങ്കിലും മനുഷ്യനെ പോലെ പറഞ്ഞു, ഈ പാനപാത്രം എടുക്കണേ, ഈ പാനപാത്രം എടുക്കണം. അതുപോലെ നീ കരഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. എപ്പോഴാണെന്നറിയാമോ? വേദനകളും രോഗങ്ങളും വരുമ്പോൾ അത് നിന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. ഹല്ലേലൂയ. നീ ശരിക്കും പ്രാർത്ഥിക്കണമെങ്കിൽ നിനക്ക് എന്ത് വേണം? വേദനയെ പോകണം. അല്ലായെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. ഇന്ന് 7 യാമപ്രാർത്ഥനകൾ പിതാക്കന്മാർക്കുണ്ടായിരുന്നു. ഞാൻ ഓർക്കെ പണ്ടത്തൊക്കെ രാവിലത്തെ പാട്ടുകളൊക്കെ എത്ര മനോഹരമായ പാട്ടുകളായിരുന്നു അല്ലേ? അപ്പൊ എനിക്ക് 3 മക്കളുണ്ട്. ഇപ്പൊ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ആ പാട്ട് അറിയാമോന്ന് പോലും അറിയത്തില്ല. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, പക്ഷെ ഇപ്പം പാടുന്നുണ്ടോ അറിയത്തില്ല. അന്നൊക്കെ നമ്മുടെ അപ്പച്ചനും അമ്മച്ചിക്കൊക്കെ വേദന ഉണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങൾ 7-8 അവർ അധ്വാനം കഴിഞ്ഞിട്ട് അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. ഇന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്ക് കുത്തിയ സാധനങ്ങൾ കിട്ടും ഇല്ലേ? രാവിലെ കുത്തും, ഉച്ചയ്ക്ക് കുത്തും, വൈകിട്ട് കിട്ടും. വീട്ടിലുണ്ടാക്കുന്നതൊന്നും മക്കൾക്ക് വേണ്ട. 10 ഞാൻ ഇവിടെ പിള്ളേർ പറഞ്ഞിട്ട് 10 മിനിറ്റ് മതി. 10 മിനിറ്റ് കൊണ്ട് വീട്ടിൽ സാധനം 10 മിനിറ്റ്സ് ഞാൻ ചെക്ക് ചെയ്തു. 10 മിനിറ്റ് കൊണ്ട് സാധനം വന്നു. അന്ന് കപ്പയാണെങ്കിൽ കപ്പ, ചക്കയാണെങ്കിൽ ചക്ക, ഇല്ലെങ്കിൽ ഇല്ല. ഉള്ളത് ഈ ഏട്ടന് കൊടുക്കുള്ളൂ. അവർ രാവിലെ ഇങ്ങനെ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ച? പാട്ട് പാടി. വളരെ മനോഹരം. എനിക്ക് വലിയ ഇഷ്ടം പാടിയ പാട്ട്. ശഹീദർ നമുക്കുണ്ടോ സ്വർഗത്തിൽ ദൈവത്തിൻ ദൂതരും
പരിശുദ്ധരോ സ്നേഹം കൊണ്ട് യേശുവേ വാഴ്ത്തി പാടാം. അവിടെ നമുക്കെന്നും പാടരുതോ ഉണരുക നീയൻ ആത്മാവേ ചേരുക യേശുവേ അരികിൽ നീ. പാടാൻ ഈ പാട്ട് കേൾക്കുമ്പോൾ ആ പഴയ കാലത്ത് ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ 40 വർഷം പുറമോട്ട് തന്നെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, കഷ്ടതയും പ്രയാസമൊക്കെ ഉണ്ടായത് അത് മതിയായിരുന്നു, ഒന്നുമില്ലെങ്കിൽ അത് സമാധാന സന്തോഷമായി. ഒരു 40 വർഷം 50 വർഷം പുറമോട്ടൊന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഇന്ന് മനുഷ്യനെല്ലാം ഉണ്ട്, വിരലിൽ തുമ്പിലെല്ലാം ഉണ്ടല്ലേ, എല്ലാം കൃത്യം മതി. പക്ഷേ ആ പഴയ സമാധാനവും സന്തോഷവും ജീവിതവും ഇന്ന് മനുഷ്യനില്ല. അപ്പോൾ ഈ രോഗവും ദുഃഖവും വേദനകൾ നിന്നെ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുവാനായിട്ട് നിന്നെ പഠിപ്പിക്കുകയാണ്. എങ്ങനെ പ്രാർത്ഥിക്കണം? ഇന്ന് 7 ജപ പ്രാർത്ഥന ഉണ്ടായിരുന്നു, പിന്നെ 3 പിന്നെ രാവിലെയും വൈകിട്ടുമായി. ഇപ്പോൾ ചിലപ്പോൾ രാവിലെ കാണത്തില്ല. ഇനി നമ്മുടെ കാലഘട്ടം കഴിയുമ്പോൾ വൈകിട്ടത്തെയും അങ്ങനെയാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ജീവിതത്തിന്റെ പ്രയാസവേള എന്ന് പറയുന്നത് നീ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്, നീ യേശുവിനോട് ചേർന്നിരിക്കാൻ വേണ്ടിയാണ് ഈ പ്രയാസം. യേശു നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, അകന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. നിരന്തരം യേശുവിനോട് പ്രാർത്ഥിക്കാനായിട്ടാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയിട്ടുണ്ട്, എപ്പോഴും സന്തോഷിക്കുകയും ഇടവിടാതെ പ്രാർത്ഥിക്കുകയും എന്നെ സ്വന്തം ചെയ്യുകയോ ക്രിസ്തു യേശുവിൽ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം. ഇടവിടാതെ എന്നെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഒരു പുസ്തകം വായിച്ചപ്പോൾ ഇങ്ങനെ എന്റെ എഴുതിയിട്ടുണ്ട്, എപ്പോഴും വന്ന് നിങ്ങൾക്ക് തിരുമുണ്ടപ്പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ മനുഷ്യ സമയമില്ല. ഇപ്പൊ ഞാൻ ശുഭകോണോ തുടങ്ങിയപ്പോൾ നല്ല വയസ്സിൽ എന്ത് പെട്ടെന്ന്, കാരണം പെട്ടെന്ന് അന്ന് നിങ്ങൾ ഒരുപാട് പോകുന്നത്. പക്ഷെ മനുഷ്യൻ ഇപ്പൊ ബിസിയായി. അപ്പൊ പ്രാർത്ഥിക്കുക, വീട്ടിൽ പോയി ഒരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. ആ പുസ്തകത്തിൽ മനോഹരമായ ഒരു സെന്റൻസ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചത്. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പ്രഭു യേശുനാഥ അടിയനോട് കരുണ ചെയ്യണം. പ്രഭു യേശുനാഥ അടിയനോട് കരുണ. ഞാൻ ചിന്തിച്ചപ്പോൾ അതല്ലേ നമ്മൾ ഗ്രീക്കിൽ വായിക്കുന്ന കുറിയലൈസോ അല്ലേ? കർത്താവിനോട് പറഞ്ഞാൽ മതി. അത് കുളിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും, അടുക്കളയിൽ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും, ജോലി ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും, യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും. കുറിയലൈസോ പറഞ്ഞാൽ മതി. പ്രഭു യേശുനാഥ അടിയനോട് കരുണ തോന്നണമേ. പക്ഷെ ഇത് പ്രാർത്ഥിക്കണമെങ്കിൽ എന്ത് വേണം? വേണം. അല്ലെങ്കിൽ സന്തോഷിച്ച് ആസ്വാദിച്ചു പോകുമ്പോൾ ആരെയും കുറിയലൈസോ പറയാമോ? ഇല്ല. അപ്പോൾ ഈ പ്രയാസങ്ങളും വേദനകളും ദുഃഖങ്ങളും രോഗങ്ങളും നിന്നെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കണം. പങ്കാളിയുടെ, ഞാൻ സാധാരണ എൻ്റെ മനസ്സിലൊന്നും ചിന്തിയാൽ ശരിയാണെന്ന് അറിയത്തില്ല, ഏറ്റവും എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് ഭാര്യയും ഭർത്താവോടെ വഴുതലി പിടിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ഭാര്യ ഭർത്താവോടെ നിങ്ങൾക്ക് എന്തൊരു വിഷയം വന്നാലും പ്രയാസം വന്നാലും നിങ്ങൾ ബെഡ്റൂമിലോ നിങ്ങൾ എവിടെയെങ്കിലും ഭാര്യ ഭർത്താവ് ആരാരുമില്ല, നിങ്ങൾ വലതുകരം പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിതത്തിൽ വളരെ ഒരു നല്ല റിസൾട്ട് കിട്ടിയ പ്രാർത്ഥന, നല്ല അനുഭവം ആ പ്രാർത്ഥന. കാരണം വിവാഹ ശുശ്രൂഷയിലെ ആദ്യമായിട്ട് അല്ലേ പുരോഹിതൻ ഈ 2 കൈയും പിടിച്ചിട്ട് പറയും, ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ തമ്മിൽ പരമേൽപ്പിച്ചു. അങ്ങനെ ആദ്യ സ്പർശനത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നത് ഈ ഏവങ്കേലിയന് മുൻപാകുകയും ഈ ജനക്കൂട്ടത്തിന് മുൻപാകുകയും ദൈവത്തിന് മുൻപാകുകയും ശ്രീകന്മാരുടെ മുൻപാകുകയും മാലാഖമാരുടെ മുൻപാകുകയും ഈ ത്രോസിന് മുൻപാകുകയാണ് അല്ലേ? നിങ്ങളെല്ലാവരും വിവാഹം കഴിച്ച് ഇങ്ങോട്ട് പോയില്ല അല്ലേ? നിങ്ങളുടെ ഭാര്യ ഭർത്താവും കൂടെ ആദ്യമായിട്ട് നിങ്ങൾ ഒരു പുരോഹിതൻ വന്നിട്ട് 2 കരങ്ങൾ പിടിച്ചിട്ട് പറഞ്ഞു, ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ തമ്മിൽ പരമേൽപ്പിക്കും എന്ന് പറഞ്ഞ്
2 വണ്ടിയിൽ വന്നു, 2 വീട്ടിൽ നിന്ന് വന്നു, 2 സാഹചര്യത്തിൽ വന്നു, പിന്നെ 2 വണ്ടിയിലാണ് പോകുന്നത്. വിശുദ്ധ കുർബാനയിലെ അപ്പവും വീഞ്ഞും കർത്താവിന് തിരുശരീരമായി മാറിയുന്ന വലിയ രഹസ്യമാണ് ഇവിടെ നടന്നത്. ഈ സമയത്ത് എന്തായി മാറുകയാണ്? ഇവർ രണ്ടെല്ലാം ഒന്നായി മാറി. ആ ഒരുമയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അവിടെയാണ് ആദ്യമായിട്ടുള്ള സ്പർശനം പോലും ഉണ്ടാകുന്നത്. ഞാൻ ഈ മിനിഞ്ഞാന്നൊരു പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ, ഏത് പള്ളിയാന്ന് പറയുന്നില്ല, ഒരു 12 കുഞ്ഞുങ്ങൾ എൻ്റെ മുന്നിൽ ഇരിപ്പുണ്ടായിരുന്നു. അവർ കൊണ്ടുവന്നതാണ്, എല്ലാവരും കൊണ്ട് വന്നതാണ് അതിനെ കേൾക്കാനായിട്ട്. അപ്പം ഞാനവിടെ പറഞ്ഞു, ഈ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു, ഇപ്പം അന്നേരമായിരിക്കണം നിങ്ങളുടെ പങ്കാളിയുമായിട്ട് ആദ്യ സ്പർശനം ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഈ കല്യാണത്തിന് മുമ്പുള്ള സേവ് ദി ഡേറ്റ് നിർത്തലാക്കാൻ തീരുമാനമെടുക്കാൻ പറഞ്ഞു. അവർ വന്നല്ലോ എന്നായിപ്പോയി. ആരാണ്ടൊക്കെ നിർബന്ധിച്ച് ആ അച്ഛൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് വന്നതാണ്. അവരെ ഇരുത്തി ഞാൻ തീരുമാനം എടുപ്പിച്ചിട്ടാണ് വിട്ടത്. ഞാൻ പറഞ്ഞു, നിങ്ങളെയൊക്കെ എനിക്കറിയാം, നിങ്ങളുടെ കല്യാണത്തിന് എന്നെ വിളിച്ചു തരും, ഞാൻ ചിലപ്പോൾ വന്ന് നോക്കുന്നു സംഭവം. അങ്ങനെയുള്ള ഈ തിരുമുണ്ടു ഇടവേളകളോട് ഞാൻ ഓർമ്മ കൊടുത്തിട്ട്, ഇന്ന് നമ്മുടെ എൻ്റെ ഭാര്യ സാറിന് പറയാറുണ്ട്, അച്ഛനെ കൂടുതലൊന്നും പറയണ്ട, നമുക്ക് 3 മക്കളുണ്ട് എന്ന് പറയാറുണ്ട്. കാരണം നമ്മുടെ മക്കളോട് പറഞ്ഞാൽ, ഇന്നത്തെ തലമുറ പറഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ എടുക്കുമെന്ന് അറിയത്തില്ല. പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നന്മയ്ക്ക് കാരണമായിട്ടുള്ള എൻ്റെ ചിന്ത എങ്ങനെ, ഇത് തെറ്റായിട്ടുള്ള ചിന്തയാണോ ശരിയായിട്ടുള്ള ചിന്തയാണോ എന്ന് ഓരോരുത്തരുടെ മനസ്സനുസരിച്ച് ചിന്തകളനുസരിച്ച് ചിന്തിക്കുക. പക്ഷെ ഞാനിത് പറഞ്ഞത് ഇതാണ് കർത്താവ് ആദ്യ സ്പർശനം ആത്മീയതയിൽ, ദൈവത്തിൻ്റെ സ്വരത്തിൽ, ദേവാലയത്തിൽ, ബലിപീഠത്തിന് മുൻപാകെ, ഈ ജനക്കൂട്ടത്തിന് മുൻപാകെ ആ പ്രാർത്ഥനയെ വളരെ സ്പഷ്ടത്തോടെ പറയുന്നുണ്ട്. അല്ലേ നിങ്ങൾ നിൽക്കുന്നത് വിചാരങ്ങൾ അറിയുന്നതിന് മുൻപാകെയാകുന്നു, അറിയാത്തതിന് മുൻപാകെ അല്ല നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈസ്റ്റർ കഴിയുമ്പോൾ എന്താ പിന്നെ അങ്ങോട്ട് ബഹളങ്ങളാണ്. ഇമാതിരി അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കുറെയൊക്കെ സൂക്ഷിക്കുകയാണ് എങ്കിൽ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രയാസം ഈ തലമുറകളെ നന്നാക്കി എടുക്കുക, നേർവഴി നടത്തുക എന്നുള്ളതാണ്. കാരണം അവർക്ക് യാതൊരു കുറവുമില്ല. നമ്മൾ അനുഭവിച്ച ഒരു വേദനയും അവർക്കില്ല. ഗൾഫിലൊക്കെ പോകുന്നവർക്ക് അവർക്ക് പെങ്ങന്മാരെ കെട്ടിക്കണം, വീട് വെക്കണം, ചിലപ്പോൾ സ്ഥലം മേടിച്ചിട്ട് വേണമായിരിക്കും വീട് വെക്കാനായിട്ട്. ഇങ്ങനെ അവർ 10 വർഷം 15 വർഷം ജീവിച്ചാലേ അവർ നേരെ ആകത്തുള്ളൂ. ഇപ്പം ഗൾഫിലോട് വരുന്ന പിള്ളേർക്ക് എന്തെങ്കിലും ചെയ്യണം, പെങ്ങന്മാരെ കിട്ടിക്കേണ്ട, നല്ല ഉന്നത വീട് അപ്പനെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, കിട്ടുന്ന പൈസ അവർക്ക്. ഇന്ന് അങ്ങനെയുള്ള ഒരു തലമുറയെ ജീവിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ, ഇന്ന് യഥാർത്ഥമായ ദിവസങ്ങളിലേക്ക് വരണമെങ്കിൽ, ഈ രോഗങ്ങളും വേദനകളും നമ്മളെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിക്കുകയാണ് എന്നുള്ള വലിയ ബോധ്യം നമുക്ക് ഉണ്ടാക്കണം. 1, വേദനയും ദുഃഖങ്ങളും രോഗങ്ങളും ദിവസത്തിന്റെ അടയാളമാണ്. 2, രോഗങ്ങളിലൂടെ ആത്മാവിനെ വേദനയിലൂടെ കടത്തിവിട്ട് ശുദ്ധീകരിച്ച് സ്വർഗരാജ്യത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുവാൻ വേണ്ടിയാണ്. 3, രോഗങ്ങളും വേദനകളും നമ്മളെ പ്രാർത്ഥിക്കാനായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട്, വേദനകളും ദുഃഖങ്ങളും രോഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അഹങ്കാരത്തെ തകർത്ത് എളിമ രൂപപ്പെടുത്തുന്നു. നമ്മുടെ അഹങ്കാരത്തെ തകർത്ത് എളിമ രൂപപ്പെടുത്തുന്നു. എനിക്ക് അഹങ്കാരം, ഞാനും ഒക്കെ ആയി എന്നുള്ള അഹങ്കാരം ഒരു നാഴിക്കകത്ത് ഇറങ്ങുമോ? നമ്മളെല്ലാം എനിക്ക് ഞാൻ എന്താ ശ്രദ്ധിക്കാമെന്നുള്ള താഴ്ന്നു കൊടുക്കുന്നില്ല, വിനയപ്പെടുന്നില്ല. ഒന്ന് സോറി പറഞ്ഞ തീരാവുന്ന കാര്യങ്ങളുള്ളൂ. പക്ഷെ ഒന്ന് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ തീരാവുന്ന വിഷയമുള്ളൂ. പറയുമോ? ആ ഒറ്റ വാക്ക് പറയത്തില്ല, അത് പറയത്തില്ല. അപ്പോൾ ഈ രോഗങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? നിന്റെ അഹങ്കാരത്തെ മാറ്റുവാൻ.
അഹങ്കാരത്തെ മാറ്റുവാൻ ഈ രോഗങ്ങൾ നിന്നെ നശിപ്പിക്കുവാൻ വേണ്ടിയല്ല, ഒടച്ച് വാർക്കാൻ വേണ്ടിയാ, ഉടച്ചു വാർക്കാൻ വേണ്ടിയാ. എന്നാലേ നീ അധികം ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. നിങ്ങൾക്കറിയാം, ഈ ചെറു ശാഖകളൊക്കെ വെട്ടിക്കളയും അല്ലേ? വെട്ടിക്കളയും. എന്തിനാണെന്നറിയാം? അതിൻ്റെ അകത്തുനിന്ന് വീണ്ടും ഒരുപാട് ശാഖകൾ ഉണ്ടായെങ്കിൽ മാത്രമേ കൂടുതൽ ഫലങ്ങൾ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ മുറിക്കുമ്പോൾ വേദനയാണ്. അപ്പൊ ഈ സസ്യം, ഈ മരം പറയുക, എന്നെ മുറിക്കണ്ട, എനിക്ക് വേദനിക്കുന്ന ഒന്നും ഫലം ഉണ്ടാകത്തില്ല. നമ്മൾ എല്ലാ ദിവസവും ഉണ്ടാക്കും, ചപ്പാത്തി ഉണ്ടാക്കുന്നില്ല. ഈ മാവ് പറയുക, എന്നെ ഇങ്ങനെ കുഴയ്ക്കാതെ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? കുഴയ്ക്കും തോറും ആ ചപ്പാത്തി നല്ലതായിട്ട് മാറും. നമ്മളെ ആ ഒരു വേദനയിലൂടെ കടത്തിവിട്ട് നമ്മുടെ അഹങ്കാരത്തെ മാറ്റി നമ്മളെ സോഫ്റ്റ് ആക്കി എടുക്കുകയാണ്, നമ്മളെ രൂപപ്പെടുത്തുകയാണ്. സ്ത്രീകൾ പറയുകയാ, എനിക്ക് പ്രസവവേദന വേണ്ട, എനിക്ക് വേദനിക്കാൻ പറ്റത്തില്ല. അപ്പം പറയും, നിനക്ക് കുഞ്ഞും വേണ്ട അല്ലേ? കുഞ്ഞിനെ കാണണമെങ്കിൽ നീ വേദനിക്കണം. ഈ വേദന നിന്നെ തകർക്കാൻ വേണ്ടിയല്ല, നിന്നെ രൂപപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, നിനക്ക് എളിമയുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ വേദന. ഒന്ന് പൊങ്ങുമ്പോൾ ചെറിയൊരു തട്ടുന്നത് തരുന്നത് എളിമപ്പെടാൻ വേണ്ടിയാണ്, എളിമപ്പെടാൻ വേണ്ടിയാണ്. ഈ രോഗങ്ങളും ദുഃഖങ്ങളും നിനക്ക് എളിമ നൽകുകയാണ്. ഇന്ന് രോഗങ്ങളിൽ നിന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇരിക്കുന്നത്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിദേശത്തായിരുന്ന സമയത്ത് ഒരു ഓൺകോളജിസ്റ്റിനെ പരിചയപ്പെടുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം, ഞാനവിടെ കാനഡയിൽ നിന്ന് നമ്മൾ പ്രസംഗിക്കാൻ പോയത്. അപ്പോൾ യാക്കോബയിലെ ഒരു ഡോക്ടറായിരുന്നു. അപ്പോൾ പ്രസംഗമെല്ലാം കഴിഞ്ഞിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. 2008-09 കണ്ട അച്ഛാ, ഞങ്ങളതിനെ അനുസരണമില്ലാത്ത കോശമെന്നാണ് വിളിക്കുന്നത്. ഞങ്ങളതിനെ അനുസരണമില്ലാത്ത കോശമെന്ന് വിളിക്കുന്നത്. മനുഷ്യ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കോടാനുകോടി കോശങ്ങൾ കൊണ്ടാണ് ഞങ്ങളതിനെ അനുസരണമില്ലാത്ത കോശമെന്ന് വിളിക്കുന്നത്. യാക്കോബുകാരൻ ക്രിസ്ത്യാനി, ഒരു കോശം തെറ്റിപ്പോയാൽ മതി, ഒരു കോശം തെറ്റി അനുസരണക്കേട് കാണിച്ചാൽ മതി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവേ, ഞാൻ ഇന്ന് മാത്രം അനുസരണക്കേട് കാണിക്കുന്നു. എൻ്റെ ശരീരം എന്നിട്ടും ഈ നിമിഷം വരെ അങ്ങനെ നിൽക്കുകയാണ്. ഒത്തിരി ഭയങ്കരമാണ്. ഇന്നും ആ ശരീരം അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഞാൻ അനുസരണക്കേട് കാണിക്കുക. എന്റെ ശരീരത്തിൽ ഒരു കോശം തീരുമാനിക്കുക, തെറ്റിപ്പോകാൻ തീരുമാനിച്ചാൽ നിന്റെ അഹങ്കാരത്തെ മാറ്റാൻ വേണ്ടിയാണ്. നിന്റെ അഹങ്കാരത്തെ മാറ്റാൻ, നിന്നെ നശിപ്പിക്കുവാനായിട്ടല്ല, നിന്റെ അഹങ്കാരത്തെ മാറ്റുവാൻ വേണ്ടിയാണ് ഈ വേദന. നീ അനുഭവിക്കുന്ന ഓരോ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഈ അഹങ്കാരത്തെ നശിപ്പിക്കണം. കൂടുതലാവുമ്പോൾ ഞാൻ പറയുന്ന പോലെ ലയിപ്പിക്കേണ്ട അടുത്തിലേക്ക് ചെന്ന് ലയിപ്പിച്ചോണം. ഇന്നൊരു പുസ്തകത്തിൽ വായിച്ചു, നിനക്ക് സഹിക്കാൻ പറ്റുന്ന, അവരവർക്ക് സഹിക്കാൻ പറ്റുന്ന വേദന മാത്രമേ ആര് തരത്തുള്ളൂ? കർത്താവ് തരത്തുള്ളൂ. ഇനി ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല. ഒരാൾക്ക് ഒരു പരിധി കർത്താവ് വെച്ചിട്ടുണ്ട്. അവർക്ക് പറ്റുന്ന വേദന മാത്രമേ യേശു കൊടുക്കത്തുള്ളൂ, ദൈവം കൊടുക്കത്തുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് കൊടുക്കത്തില്ല. നമ്മുടെ എല്ലാ സ്വഭാവം അറിയാം, അതനുസരിച്ചുള്ള വേദനയൊക്കെ. അപ്പോൾ 4 കാര്യമാണ് ഓർമ്മപ്പെടുത്തിയത്. ഈ ദുഃഖങ്ങളും വേദനകളും അഹങ്കാരത്തെ തകർത്ത് എളിമ രൂപപ്പെടുത്തുന്നു. പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഒരർത്ഥത്തിൽ അന്ധന്മാർ ഭാഗ്യവാന്മാരാണ്. ഒരർത്ഥത്തിൽ അന്ധന്മാർ ഭാഗ്യവാന്മാരാണ്, കാരണം അവർ കണ്ണുകൊണ്ട് പാപം ചെയ്യുന്നില്ല. ഒരർത്ഥത്തിൽ കൈകളില്ലാത്തവർ ഭാഗ്യവാന്മാരാണ്, അവർ കൈകൾ കൊണ്ട് പാപം ചെയ്യുന്നില്ല. ഏറ്റവും ഒടുവിൽ പറയുകയാണ്, ഏറ്റവും നല്ലത് ഒരർത്ഥത്തിൽ സംസാര ശേഷി ഇല്ലാത്തവർ ഭാഗ്യവാന്മാരാണ്. ഏറ്റവും കൂടുതൽ പാപം വരുന്നത് നാവിൽ നിന്നാണ്. അവർ നാവ് കൊണ്ട് പാപം ചെയ്യില്ല. 2 കണ്ണുള്ളവനായിട്ട് നരകത്തിൽ പോകുന്ന ഒറ്റക്കെട്ടായിട്ട്. ഒരർത്ഥത്തിൽ നാമില്ലാത്തവൻ
സംസാരശേഷിയില്ലാത്തവർ ഭാഗ്യവാന്മാരാ. ഇങ്ങനെ എന്തെങ്കിലും കണ്ട് നമ്മൾ പറയുമ്പോൾ ഇതെല്ലാം എക്സാജറേറ്റ് ചെയ്യാമോ അത്രമാത്രം വേണ്ടുന്ന നമ്മളുടെ കയ്യിലും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ചിലപ്പോൾ ചെയ്ത് പറയുന്നത്. നീ അറിഞ്ഞിട്ട് അതെങ്ങനെയാ നമുക്കറിയാം, വാസ്തവമൊക്കെ അറിയാം. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്നും കൂടെ നമ്മുടേതായിട്ടുള്ള ഭാഷയില് പൊലിപ്പിക്കാവുന്ന രീതിയിൽ പൊലിപ്പിച്ചായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് അവരെ വേദനിക്കുന്നു എന്ന് തിരിച്ചറിയുന്നില്ല. സംസാരശേഷിയില്ലാത്തവർ ഭാഗ്യവാന്മാരാണ്, അവർ നാം കൊണ്ട് പാപം ചെയ്യുന്നില്ല. അപ്പോൾ ഈ ദുഃഖങ്ങളും വേദനകളും രോഗങ്ങളും ജീവിതത്തെ അത് ഉടച്ച് വാർക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ പറയാമെന്ന് വേദനിക്കുന്നവർ കുറെ ലിസ്റ്റ്. നോഹ 20 വർഷക്കാലം വേറെ വേദനയിലൂടെ കടന്നുപോയി. ആ വേദന നോഹയെ പുതിയ ജനതയുടെ ആരംഭക്കാരനാക്കി മാറ്റി. 20 വർഷം നോഹ വേദനയിലൂടെ കടന്നുപോയെങ്കിൽ കർത്താവിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഈ നോഹയെ കുറിച്ച് എല്ലാം ജലപ്രളയം കഴിഞ്ഞപ്പോൾ പുതിയ ജനതയുടെ ആരംഭക്കാരനാക്കി ആരെ മാറ്റി? നോഹയെ മാറ്റി. രണ്ടാമത് പൂർവ്വപിതാവായ അബ്രഹാം 100-ലധികം വർഷം വേദനയിലൂടെ കടന്നുപോയി. ആ വേദന അബ്രഹാത്തെ വിശ്വാസികളുടെ പിതാവാക്കി മാറ്റി. ഒരു ലക്ഷ്യമുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. പിന്നീട് 100 വർഷത്തോളം അബ്രഹാം വേദനയിലൂടെ കടന്നുപോയെങ്കിൽ അവനെ ആരാക്കി മാറ്റി? വിശ്വാസികളുടെ പിതാവാക്കി മാറ്റി. യാക്കോബ് 14 വർഷം വേദനയിലൂടെ കടന്നുപോയി. ആ വേദന യാക്കോബിനെ 12 ഗോത്രങ്ങളുടെ പിതാവാക്കി മാറ്റി. യാക്കോബ് എത്ര വർഷം? 12 വർഷം, 14 വർഷം. ജോസഫ് 13 വർഷം വേദനയിലൂടെ കടന്നുപോയി. ആ വേദന ജോസഫിനെ ഈജിപ്തിന്റെ ഭരണാധികാരിയാക്കി മാറ്റി. ഹല്ലേലൂയ. അവനെ വലിയവനാക്കി. ആ വേദനയിലൂടെ പോയപ്പോൾ ഇവിടൊക്കെ അവൻ എറിഞ്ഞു കളഞ്ഞു നമുക്കറിയാം. സഹോദരനെ ഉപേക്ഷിച്ച് പൊട്ടക്കരച്ചിട്ടു. പക്ഷേ ആ വേദനകളും രോഗങ്ങളും ദുഃഖങ്ങളും അവന്റെ നിരാശകളും അവന്റെ പ്രയാസങ്ങളും അതിന് പിന്നീട് ദൈവം നൽകി ആ ഈജിപ്തിന്റെ ഭരണാധികാരിയാക്കി മാറ്റി. മോശ 40 വർഷക്കാലം വേദനയുടെ കടന്നുപോയി. ആ വേദന മോശയെ ഏറ്റവും വലിയ നേതാവ് ആക്കി തീർത്തു. 40 വർഷക്കാലം വേദനയിലൂടെ മരുഭൂമിയിലൂടെ ആര് കടന്നുപോയി? മോശ കടന്നുപോയെങ്കിൽ ആ മോശയെ ലോകം കണ്ട ഏറ്റവും വലിയ നേതാവാക്കി. ഈ അടുത്തൊരു അച്ഛനുണ്ടായിരുന്നത്, ഈ മോശയുടെ കാര്യം പോലെ പെട്ടെന്ന് മനസ്സിൽ വന്നത്, അച്ഛന്മാരൊരു ധ്യാനം ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ ചോദിച്ചു, മോശയ്ക്ക് എന്തിനാ വ്യക്തി കൊടുത്തത്? ഞാൻ എപ്പോഴും അതുകൊണ്ട് സാറിന് ചിരിക്കാറുണ്ട്. മോശയ്ക്ക് എന്തിനാ വ്യക്തി കൊടുത്തത്? ഞാനും ചിന്തിച്ചിട്ടില്ല. ഒരു നർമ്മ രൂപത്തിൽ പറഞ്ഞു. പക്ഷെ അതൊന്നും ചിന്തിക്കുന്നത് നല്ലതാണ്. പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി ഇത് പറയേണ്ടി വന്നാലും അതിന് താമസം ഉണ്ടാകുന്നത്. അതിന് വേണ്ടിയാണ് എന്ത് കൊടുത്തത്? അപ്പൊ എനിക്ക് നല്ലതാണ്. പെട്ടെന്ന് അടിക്കടി പറയുന്നല്ലോ, ഉള്ളേക്ക് ഉപ്പേരി പോലെ പറയത്തില്ല. നമ്മളെ വിട്ടുകൊടുക്കോ? പറയാതിരിക്കണമെങ്കിൽ നമുക്കിന്ന് ഉണ്ടാകണം. ആയിക്കോട്ടെ, നല്ല മോശയ്ക്ക് വെച്ച് കൊടുത്തായിരിക്കും. 40 വർഷക്കാലം മരുഭൂമിയുടെ യാത്ര ചെയ്തു. ആ മോശ ലോകം കണ്ട ഏറ്റവും വലിയ നേതാവാക്കി തീർത്തു. മാത്രമല്ല, ദൈവ കൽപ്പന മോശയിലൂടെ നൽകപ്പെടുകയും ചെയ്തു. 6 ഇയ്യോബ് 20 വർഷക്കാലം വേദനയിലൂടെ കടന്നുപോയി. ആ വേദന പിന്നീട് ഇയ്യോബിന്റെ അധിക സമൃദ്ധിക്ക് കാരണമായി. മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ അധികം ഇരട്ടിയായി അവർക്ക് നൽകി. ഇയ്യോബിന് നൽകി. 7 ഞാൻ എഴുതി നിർത്തും. 7ാമത് അപസ്വരത്തിലിരിക്കുന്നത് ബെത്സൈദ കുളക്കരയിൽ തളർവാദ രോഗിയായി 38 വർഷക്കാലം വേദനയിലൂടെ കടന്നുപോയ ആ വ്യക്തിയെ രക്ഷനായ ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് രക്ഷയും സൗഖ്യവും നേടാനുള്ള ഭാഗ്യം ലഭിച്ചു. എത്ര വർഷം കടന്നു? 38 വർഷം വേദനയിലൂടെ രോഗത്തിലൂടെ കടന്നു പോയപ്പോൾ അവൻ ആരെ കാണാൻ സാധിച്ചു?
യേശുവേ ഹല്ലേലൂയ. ദൈവം അനുവദിക്കുന്ന വേദനയ്ക്ക് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിന് ഒരു ലക്ഷ്യമുണ്ട്. അത് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചു കേൾക്കുക, അത് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ വേദനകളെ ദൈവം പിൻവലിക്കും. ഹല്ലേലൂയ. അത് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ വേദനകളെ ദൈവം പിൻവലിക്കും. വേദന നിറഞ്ഞ കാൽവറി പോലെയാണ്. വേദന നിറഞ്ഞ കാൽവറി. നമ്മള് കൊലേജിലേക്ക് വരിക, മുഴുവനും കാൽവറിയിൽ എന്താണ്? അത് ഒഴിച്ചുകൂടാൻ പറ്റുമോ? കാൽവറി ഒഴിച്ചുകൂടാൻ പറ്റുമോ? അതുപോലെ നമ്മളെ വേദന അതും ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല. വേദന നമ്മളെ ശുദ്ധീകരിക്കുന്നു, വിശുദ്ധരാക്കുന്നു, വ്യത്യസ്തരാക്കുന്നു, വിവേകികളാക്കുന്നു, വിജ്ഞാനികളാക്കുന്നു. കാൽവറിയിലെ വേദനകളെ മാറ്റി നിർത്തിയൊരു കാൽവറിയില്ല. ആണികളും ചാട്ടവാറും നിന്നയും പരിഹാസവും വേദനയും മാറ്റിവെച്ചൊരു കാൽവറിയുണ്ടോ? ഇല്ല. എന്ന് പറയുന്ന പോലെയാ, കുഞ്ഞ്, നീ മനുഷ്യനാണോ? നീ ഭൂമി ജീവിക്കുന്നുവോ? വേദനകളും രോഗങ്ങളും മാറ്റിവെച്ച് നിനക്കൊരു ജീവിതവുമില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ അവസാനത്തിൽ ചോദ്യം ചോദിക്കുമെന്ന്. ഇനി നിങ്ങൾ പറ, വേദനയും രോഗവും വേണോ വേണ്ട? വേദനയും രോഗവും ആവശ്യമാണ്. അതവിടെ ഇരുന്നോട്ടെ, അതവിടെ ഇരുന്നോട്ടെ. പോളിസിയോട് പറഞ്ഞ പോലെ അതവിടെ ഇരുന്നോട്ടെ, അല്ലേ? ഞാൻ ചിന്തിക്കാം, അവന്റെ നേരടിച്ചാൽ പോലും രോഗികളെ സുഖപ്പെടുമായിരുന്നു. പോളൂസ് ആവശ്യപ്പെട്ടു മാറ്റിയോ? അതവിടെ ഇരുന്നോട്ടെ. എന്റെ കൃപ ഞാനും പ്രാർത്ഥിക്കുക, ഈ രോഗമാണ്, ഈ വേദനമാണ്. അതവിടെ ഇരുന്നോട്ടെ, അതവിടെ ഇരുന്നോട്ടെ. ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാ, ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാ. അയൽപ്പക്കാരന് ഇപ്പോഴത്തെ കുഞ്ഞിന്റെ ഒരു കാര്യം നോക്കത്തില്ല, അവന് ഇഷ്ടം പോലെ സന്തോഷം കരുത്, അല്ലേ? പക്ഷെ അപ്പനാണെങ്കിൽ അങ്ങനെ പറയത്തില്ല. ഇഷ്ടം പോലെ സന്തോഷിക്കാൻ പറയുമോ? നോ. ചില റെസ്ട്രിക്ഷൻസ് വെക്കും. അത്രമാത്രമേ ഉള്ളൂ, അത്രമാത്രമേ ഉള്ളൂ. വാക്കുകളുടെ ശക്തി. ഈ കഷ്ടാന്റെ ഭാഷയുടെ വചന ശുശ്രൂഷയുടെ രണ്ടാമത്തെ ദിവസം ഈ കാൽവരി ക്രൂശിന്റെ വേദന മാറ്റിവെക്കാൻ പറ്റത്തില്ല. കാൽവരി ക്രൂശിന്റെ രോദന മാറ്റിവെക്കാൻ പറ്റത്തില്ല. അവിടെ മാതാവിനെ കാണുക. ആ മാതാവ് ഹൃദയത്തിലൂടെ വാള് കടന്നില്ലേ? അവിടെയും ആശ്വാസം കണ്ടെത്തിയ കാൽവരി ക്രൂശ്. നിങ്ങളുടെ ജീവിതത്തിൽ വേദനകളുണ്ടെന്നറിയാം, നിങ്ങളുടെ ജീവിതത്തിൽ രോഗങ്ങളുണ്ടെന്നറിയാം, ഒരുപാട് പ്രയാസങ്ങളുണ്ടെന്നറിയാം. അതവിടെ നോട്ട് നമ്മളാക്കി മാറ്റുന്നത് ഇതൊക്കെയാണ്. എന്നെ എങ്ങനെയൊക്കെ നിലനിർത്തിയില്ല, അതൊക്കെ ഞാൻ ഇവിടെ തെറിച്ചു പോയത്. എന്നെ എങ്ങനെ നിർത്തിയിരിക്കുന്നത്? ഈ ദുഃഖങ്ങളും വേദനകളും ഈ ഭയങ്ങളും. അതവിടെ നോട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്. 23-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങളുടെ സങ്കീർത്തനം എന്ന് പറയുന്നത് മനോഹരമായൊരു വാക്യം. ഏറ്റവും കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കുന്നത് കൂരിരുൾ താഴ്വര. ശരിക്കും ഇന്റർപ്രിട്ടേഷൻ ഞാൻ മനസ്സിലാക്കിയത് ദി വാലി ഓഫ് ഡെത്ത്. അവിടെ പറയുന്നുണ്ട്, അവസരത്തിൽ പറയുന്നുണ്ട്, നീ മാറി 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 പറയണം. മരണത്തിന്റെ താഴ്വര, വേദനയുടെ താഴ്വര, കൂരിരുൾ താഴ്വര, ദുഃഖത്തിന്റെ താഴ്വര, വേർപാടിന്റെ താഴ്വര, നിരാശയുടെ താഴ്വര, വിമർശനങ്ങളുടെ താഴ്വര. ഏതെല്ലാം താഴ്വരയിലൂടെ നീ മാറി 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 പോയാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്റെ കൂടെ ഉണ്ട്. നീ അതാ നിന്റെ കൃപ എനിക്ക്